പാലക്കാട്ട് കോൺഗ്രസ് കഴിഞ്ഞ തവണ പിന്നെ 2021 മറ്റേ ഷാഫി പറമ്പിൽ 3500 വോട്ടിന് ജയിച്ച സ്ഥലമാണ്. അവിടെയാണ് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ മാർജിന് പിന്നെ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു. അപ്പോൾ ഇത്തവണ അവിടെ വന്ന് നിൽക്കുന്നത് പിന്നെ BJPയുടെ കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ എവിടെ പോയാലും നന്നായി പെർഫോം ചെയ്യുന്ന ആളാണ്, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ. ഇപ്പുറത്ത് കോൺഗ്രസ് നിർത്തിയിരിക്കുന്ന കാൻഡിഡേറ്റ് രമേശ് പിഷാരടിയാണ്, സ്ഥാനാർത്ഥി എന്ന നിലയിൽ മോശമല്ല. പക്ഷേ CPMൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളായ ഇപ്പോൾ കണ്ണൂരും ആലപ്പുഴയും പോലെ ശക്തി കേന്ദ്രമായ ഒരു സ്ഥലമാണ് പാലക്കാട്. ആ പാലക്കാട്ട് എന്തുകൊണ്ട് CPMനൊരു ശക്തനായ കാൻഡിഡേറ്റിനെ അവിടെ നിർത്താൻ കഴിഞ്ഞില്ല? ഇതുപോലെ ശോഭാ സുരേന്ദ്രനെ പോലെ BJPയുടെ ഒരു ശക്തനായ ഒരു കാൻഡിഡേറ്റ് മത്സരിക്കുന്ന സ്ഥലത്ത് എന്തുകൊണ്ട് CPMന് അവിടെ ഒരു നല്ല കാൻഡിഡേറ്റിനെ നിർത്താൻ കഴിഞ്ഞില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. വളരെയധികം ആകാംക്ഷയോടെ കാത്തിരുന്ന ആളുകൾ കാത്തിരുന്ന ആ സ്ഥലത്തേക്ക് വന്നത് യാതൊരു രാഷ്ട്രീയമായ മുൻപരിചയവുമില്ലാതെ, പൊതുപ്രവർത്തനം പരിചയവുമില്ലാത്ത ഒരു ബിസിനസ്സുകാരനെ, ഒരു കച്ചവടക്കാരനെ പിടിച്ച് അവിടെ കാൻഡിഡേറ്റ് ആക്കുകയാണ്. ആ ഉദ്ദേശം തന്നെ ആ പർട്ടിക്കുലർ ആളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അറിയാം, അത് UDFൻ്റെ വോട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ആണ് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് വന്നതെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം അവിടെ എവിടേക്കോ ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തുതീർപ്പ് നടന്നിരിക്കുന്നു. ഇവിടെ അവരെ വിജയിപ്പിക്കുക, അപ്പുറത്ത് ഇവരെ വിജയിപ്പിക്കുക എന്നുള്ള നിലയിൽ. ഇപ്പോൾ മഞ്ചേശ്വരം എല്ലാ കാലത്തും അവിടെ K. സുരേന്ദ്രനാണ് മത്സരിക്കുന്നത്. നമുക്കറിയാം K. സുരേന്ദ്രൻ്റെ പേരിൽ വലിയ അലിഗേഷൻ വന്നു. ആ അലിഗേഷനൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്ന അലിഗേഷനൊക്കെ വലിയ അന്വേഷണമൊക്കെ വന്ന് കേരള പോലീസും നടത്തിയ അന്വേഷണമൊക്കെ നടത്തിയിട്ട് ഇപ്പോഴും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വന്നിട്ട് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അദ്ദേഹം ഒരു ഗൗരവമുള്ള കേരള പോലീസിൻ്റെ ഒരു നടപടിയും അദ്ദേഹം നേരിടേണ്ടിയും വന്നിട്ടില്ല, നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ തൃശ്ശൂർ പൂരം, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ്റെ 2024 തൃശ്ശൂർ പൂരത്തിൽ ലോക്സഭാ ഇലക്ഷൻ്റെ സമയത്ത് നടന്ന തൃശ്ശൂർ പൂരം കലങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ സമയത്ത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമോ കേസോ നടപടികളോ അതിൻ്റെ ഭാഗമായി ഉണ്ടായ വിവാദത്തിൽപ്പെട്ട ADGP അജിത് കുമാറിനെതിരായ അന്വേഷണവും ഒക്കെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുകയാണ് ഉണ്ടായത്. ഈ MR അജിത് കുമാർ ചർച്ച നടത്തിയ കാര്യമെല്ലാം RSS നേതാക്കളുമായി ചർച്ച നടത്തിയ കാര്യമൊക്കെ വന്നതാണ്. ഒന്നും അന്വേഷണങ്ങളൊന്നും എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചില ഈ തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില മണ്ഡലങ്ങളിൽ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്, ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ദുർബലരായ സ്ഥലത്ത് ഞങ്ങൾക്ക് വോട്ട് തരിക എന്നൊരു ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടോ എന്ന് സംശയിക്കത്തക്ക നിലയിലാണ് കാര്യങ്ങൾ. കേരളത്തിലെ ഭരണ നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ രാഷ്ട്രീയമായ എതിർപ്പുകളില്ലെന്ന് തെളിയിക്കപ്പെട്ട പല സംഭവവികാസങ്ങളുണ്ട്. ഒന്ന് അടുത്ത കാലത്തുണ്ടായതാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് ഇവിടെ മന്ത്രിസഭയോ ഘടകകക്ഷികളോ അറിഞ്ഞില്ല. അക്കാര്യം പരസ്യമായി CPI വലിയ വിവാദമാക്കി അതിനെ എതിർത്ത ശേഷമാണ് അതിൽ നിന്ന് തൽക്കാലമേലും പുറകോട്ട് പോകാൻ ഗവൺമെൻറ് നിർബന്ധിതരായത്. അപ്പോഴും കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, പാർലമെൻറ്റിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇതിനിടയിൽ ഞങ്ങൾക്ക് ഇടയിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും കേന്ദ്ര സർക്കാരിനും ഇടയിൽ പാലമായി നിന്ന് പ്രവർത്തിച്ചത്, ഞങ്ങളെ സഹായിച്ചത് ജോൺ ബ്രിട്ടാസാണ്, CPMൻ്റെ MP ജോൺ ബ്രിട്ടാസാണെന്ന് പറഞ്ഞത് അടക്കമുള്ള
ഇരു കൂട്ടരും തമ്മിൽ അത്രയ്ക്കൊന്നും രാഷ്ട്രീയമായ അകലമില്ലെന്ന് തെളിയിച്ച ഒരുപാട് ഘടകങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുൻപിൽ ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വി.ഡി. സതീശനൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ പലരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നത്. പ്രത്യേകിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്വാമി ചിദാനന്ദപുരിയും അതുപോലെ ടി.പി. സെൻകുമാറും ഷാബു പ്രസാദുമൊക്കെ ഈ സതീശനെ തോൽപ്പിക്കാൻ ഹിന്ദുക്കൾ തയ്യാറാകണം, അല്ലെങ്കിൽ ബി.ജെ.പിയും ബി.ഡി. ജയസും അവിടെ കാൻഡിഡേറ്റിനെ നിർത്തരുത് എന്ന് പറയുമ്പോൾ വളരെ നിശ്ചയമായും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ധാരണകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ കോന്നി സീറ്റ്, റാന്നി സീറ്റൊക്കെ ബി.ജെ.പി എടുക്കാതെ ഘടകകക്ഷികൾക്ക് കൊടുത്തത് എന്ന് കരുതേണ്ടി വരും. അത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു കാര്യമാണ്. ഇതിനകത്തൊരു അന്തർധാര ഉണ്ടെന്ന് ജനങ്ങൾ വിശ്വസിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല.